വിജയിക്കും എന്നത് മാത്രമല്ല, 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. കേരളമാകെ വലിയ ട്രെൻഡ് അടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ആൻ്റണി കടന്നുകൂടിയത്. 44,000 വോട്ടിൻ്റെ മാർജിനായിരുന്നു. 1.5 ലക്ഷത്തിൽ തുടങ്ങിയ ഗ്രാഫ് താഴേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. മുന്നണി എന്ന നിലയിൽ അന്ന് കേരള കോൺഗ്രസ് മാണി UDFിൻ്റെ പക്ഷത്തായിരുന്നു. ഇപ്പം 3 MLA-മാരുണ്ട്. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും 3 MLA-മാർ കേരള കോൺഗ്രസ് മാണിയുടേതാണ്. തിരുവല്ല മാണി മത്സരിച്ച മണ്ഡലമാണ്. 1,00,000-ലധികം വോട്ട് അങ്ങനെ ആ ഇനത്തിൽ തന്നെ മുന്നണി എന്ന നിരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്ലസ്സായി ഇവിടെ നിൽപ്പുണ്ട്. അതിനെല്ലാം അപ്പുറം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മാർജിൻ വളരെ കൂടി. 73,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ LDFിന് ഈ മണ്ഡലത്തിലുള്ളത്. 7 MLA-മാർ LDF, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് LDF, ജില്ലയിലെ 70% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ LDF. അതിനെല്ലാം അപ്പുറം ഡോക്ടർ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി അതിനപ്പുറമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വലിയ പിന്തുണ തോമസ് ഐസക്കിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ എത്തിയാൽ പത്തനംതിട്ടയ്ക്ക് ഗുണകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം കോൺഗ്രസ്സുകാർ, ഇന്നലകളിൽ കോൺഗ്രസ് ആയിരുന്നവർ, മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചവരെല്ലാവരും തോമസ് ഐസക്കിന് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. വികസനം തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പത്തനംതിട്ട പാർലമെൻറ്റ് അംഗം കഴിഞ്ഞ 15 വർഷമായി എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് വെക്കുന്ന ചോദ്യം. 15 വർഷം MP എന്തു ചെയ്തു ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി? ഒരു മറുപടിയും തരുവാൻ ഇതുവരെ MP തയ്യാറായിട്ടില്ല. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനം പത്തനംതിട്ടയിൽ ഒരു മാറ്റത്തിനു വേണ്ടി കൊതിച്ചു നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം വലിയ മാർജിനിൽ ജയിക്കും. ശ്രീ ബിനു,